ഞാൻ ദീപായസ് പണിക്കർ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, സദയ മന്ദിരത്തിൽ. അപ്പം പുതിയ ഒരു ഐഡിയയുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ വടക്കേ വസ്തു ഞാൻ ആർക്കൊക്കെയോ വിറ്റു എന്നൊക്കെ ഇതാക്കാൻ വരുത്താനും അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇതാക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാളിലൊരുത്തിന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, അനീഷ് എന്ന് പറയുന്നവരവൻ. എൻ്റെ കയ്യിൽ തെളിവിരിപ്പുണ്ട്. നെൽപ്പാടമാണോ ചേച്ചി? അത് നെൽപ്പാടമൊന്നുമില്ല, നല്ലപോലെ കണ്ടാലറിയാം നെൽപ്പാടമല്ല, നല്ലതാന്തരം പുരയിടമാണെന്ന്. ഞാൻ സെൻറ്റിന് 3 ലക്ഷം ആണെങ്കിലേ കൊടുക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ പുരയിടമായിട്ട് തന്നെ നടക്കുന്ന 10 സെൻറ്റ് കൊണ്ട് ബാക്കിയെല്ലാം പുരയിടമാണ്. അത് ഞങ്ങൾ മാറ്റിക്കോളും കൊടുക്കേണ്ട സമയം വരുന്നുണ്ടേ. അപ്പോൾ ബാക്കി പുരയിടമായിട്ട് കിടക്കുന്നത് സെൻറ്റിന് 3 ലക്ഷവും ബാക്കിയുള്ളത് 2.5 ലക്ഷത്തിനുമാണെങ്കിലേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആകെ അത് 52 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആൾക്കാരെ എല്ലാം അറിയിച്ച് എല്ലാവരെയും കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ പുതിയൊരു മെസ്സേജ് ഇങ്ങനെ അയക്കുകയാണ്, നിങ്ങളുടെ പൈസ നിങ്ങളുടെ എന്തൊക്കെയോ ബാങ്കിൽ പൈസ ഇടുന്നിടം നിങ്ങളുടെ പേരിലൊന്നും അക്കൗണ്ട് എടുക്കരുത്, വേറെ എന്തോ പുതിയ രീതിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നുമില്ല. നമുക്കുള്ള പൈസയൊക്കെ ഉള്ള പോലെ നമ്മുടെ തന്നെ പേരിൽ ഇടാനാണ്. കാരണം അറിയണമല്ലോ, അല്ലാതെ പല കള്ളത്തരങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയാൽ അങ്ങനെ ഇത് ലോയർ കാണും, പിന്നെ എത്ര ലോയറാണ് കാണുന്നതെന്ന് അറിയാമോ പൊന്നച്ചാ? ലോയേഴ്സ് ഒന്നും മറ്റുള്ളവരുടെ പൈസയും നോക്കി നടക്കുകയാണോ എല്ലാവരുടെയും? അതൊന്നുമല്ല. നമുക്കങ്ങനെ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കും പിന്നെ ഒരു കാനറ ബാങ്കും. കാനറ ബാങ്ക് ഇപ്പോൾ ആക്റ്റീവ് ഒന്നുമല്ല വലുതായിട്ട്. എൻ്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, അതിൽ കൂടെയാണ് എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാം. അപ്പോൾ എൻ്റെ എന്ത് വിറ്റാലോ പിടിച്ചാലോ ശരി, എനിക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് പണം വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ വല്ല ട്രസ്റ്റിൻ്റെ നെയിമോ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, നമുക്കിത് മാത്രം മതി. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ്, ഒരു അമ്പലത്തിലെ ഒരുത്തരുണ്ട് പല്ലാരിമംഗലം, അയാൾ ഇങ്ങനെ വിളിക്കുക, എന്താണെന്ന് അറിയത്തില്ല. എന്തോ ആയി കുറേ നാളായി, പിന്നെയും വിളിക്കുക. ഞാൻ പറഞ്ഞു വഴി കൊടുക്കാനില്ല ഞങ്ങൾ അവിടുത്തെ കൂടെ അങ്ങ് വഴി കടന്നോട്ടെ, സെൻറ്റിന് 3 ലക്ഷം ആണെങ്കിലേ ഉള്ളൂ വഴി കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സെൻറ്റിന് 3 ലക്ഷം ആണെങ്കിൽ വഴി അങ്ങോട്ട് മാറ്റുമെന്ന്, അല്ലാതെ ഒന്നും വഴിയൊന്നും ഇനി മാറ്റുന്നില്ല, കിഴക്കോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തന്നെ പറഞ്ഞത്. വെറുതെ ഒന്നും ഇനി ഇതാക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ഇവിടെ വന്നവൻ നമ്മളെ ഫോണിൽ കൂടെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അവൻ്റെ ഗൂണ്ടായിസൊക്കെ ഉണ്ട്, കൈവച്ച് ഇങ്ങോട്ട് എടുക്കണ്ട അവൻ്റെ ഗൂണ്ടായിസമൊന്നും. അവനോട് ഗൂണ്ടായിസത്തിനൊന്നും ചെന്നില്ല. അവനങ്ങ് ഗൂണ്ടായിസം കൊണ്ട് ഇവിടെ ചീത്ത വിളിക്കുക, എന്തൊക്കെയോ അങ്ങ് ചെയ്ത് കളയെന്നുള്ള വിചാരമായിരിക്കും. അവൻ എന്തോന്നറിയത്തില്ല അവൻ്റെ വിചാരങ്ങളൊക്കെ. ഇങ്ങനെ കുറേ ഗൂണ്ടകളെ ഇവന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ ഇവിടുത്തുള്ള കുറേ ഗൂണ്ടകളുമായിട്ടൊക്കെയുള്ള കൂടിയാലോചന ഫലമായിട്ട് ഇങ്ങനെ വരിക. എൻ്റെ ഗൂണ്ടായിസമൊന്നും നമ്മളോട് വേണ്ട. നമ്മുടെ ഒന്നും ഉൽപ്പാടമൊന്നുമല്ല. നെൽപ്പാടം കണ്ടാൽ അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇത് പുരയിടമാണ്, തെങ്ങ് നിൽക്കുന്ന പുരയിടമാണ് നല്ല പോലെ കേട്ടോ. വേറൊന്നുമല്ല, നെൽപ്പാടവും ഉൽപ്പാടവും ഒന്നുമല്ല ഇത്.